ഞാൻ ഇന്നലെ സുബഹി മുതൽ ഇശാ വരെയുള്ള നമസ്കാരം 4 പള്ളികളിലായാണ് നമസ്കരിച്ചത്. അപ്പോൾ ആ പള്ളികളുടെയൊക്കെ സ്വഫ് ഒരുപാട് മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ സമയത്ത് തന്നെയും സാധാരണ ഈ 4 പള്ളിയും എല്ലാ ദിവസവും എന്ന പോലെ ഞാൻ ബന്ധപ്പെടുന്ന ഇടങ്ങളാണ്. അവിടെ കടകളിലും ക്ലബ്ബുകളിലും ഒക്കെ ഇരിക്കുന്ന ചെറുപ്പക്കാരടക്കം സഫുകളിൽ കയറിയിരിക്കുന്നു. അൽഹംദുലില്ലാ. നോമ്പ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിൻ്റെ നല്ലൊരു ഗുണമാണ് യഥാർത്ഥത്തിൽ ഇത്. ഇവരെന്താ ഈ കാലത്ത് മാത്രം ഇവിടെ, നോമ്പ് കാലത്ത് മാത്രം എന്താ തൊപ്പിയിട്ട് പള്ളിയിൽ, അല്ലാത്ത കാലത്തൊക്കെ ഇവർ വേറെ പല സ്ഥലത്തുമാണല്ലോ എന്നൊക്കെയാണ് ചിലപ്പോഴെങ്കിലും ചില ആളുകളെങ്കിലുമൊക്കെ കമൻറ്റ് പറയാം. നമ്മളൊരിക്കലും അങ്ങനെ പറയുന്നില്ലെന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ ഈമാനിനെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമസ്കരിക്കാത്ത കുറേ ആളുകൾ നമസ്കരിച്ചു, ജമാഅത്തിൽ പങ്കെടുക്കാത്തവർ ജമാഅത്തിൽ പങ്കെടുത്തു. കുറേ അധികം ആളുകൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഖുർആൻ കയ്യിലെടുത്തു. കുറേ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ചില നന്മകൾക്കൊക്കെ അവസരം കണ്ടെത്തി. ഇതുകൊണ്ടൊക്കെ നോമ്പിൻ്റെ ലക്ഷ്യം പൂർത്തിയാകുമെന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം ചിട്ടയായി ജമാഅത്ത് നിസ്കരിക്കാത്ത ആളുകൾ ജമാഅത്ത് നിസ്കാരം തുടങ്ങി, അതുകൊണ്ട് മാത്രം നോമ്പിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ചിന്താവിഷയം. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി സൂറത്ത് ബഖറയുടെ 183 പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, ഒരാശ്വാസവാക്കാണ് പടച്ചോൻ പറയുന്നത്. ഇത് നിങ്ങൾക്ക് മാത്രം തന്ന ഒന്നല്ല, ചരിത്രത്തിൽ വന്ന അമ്പിയാക്കൾക്ക് മുഴുവൻ അവരുടെ സമൂഹങ്ങൾക്ക് മുഴുവൻ കൊടുത്ത ഒരു ഉത്തരവിൻ്റെ ഒരു ഇബാദത്തിൻ്റെ ഒരു തലം നിങ്ങൾക്കും തന്നു എന്ന് മാത്രം. ഇതെന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പം നോമ്പ് എന്ന പരിശീലന കാലത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കേണ്ടത് എന്താണ്? അയാളുടെ ജീവിതത്തിലെ ഒരു വലിയ പരിശീലന കാലമാണിത്. പല പല പരിശീലനങ്ങൾക്ക് നമ്മൾ പോകും. ആ പരിശീലനം കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിൽ നടപ്പിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. നോക്കൂ, നിങ്ങൾ നോമ്പ് എന്ന് പറയുന്നത് എന്തുമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പരിശീലന കാലമാണ്. നമ്മൾ നിക്കാഹ് ചെയ്തു കൊണ്ടുവന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ആ ഭാര്യയുമായും ഭർത്താവുമായും പോലും ഒരു ആനന്ദം ലഭിക്കുന്ന സ്പർശനമോ ചുംബനമോ അടുത്തിരിക്കലോ സഹവസിക്കലോ ഒന്നും പറ്റില്ല എന്നാണ്. ഒന്നിച്ചുറങ്ങുമ്പോൾ, നോമ്പിൻ്റെ വേളയിൽ പകലിൽ ഒന്നിച്ചുറങ്ങുമ്പോൾ, ഇപ്പോൾ സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ചുറങ്ങുമ്പോൾ ആ കിടത്തത്തിലും ആ ചേർന്ന് കിടത്തത്തിലൊക്കെ ഒരുതരം ആനന്ദവും അനുഭൂതിയും കിട്ടുന്നുണ്ടെങ്കിൽ മാറിക്കിടക്കണം എന്നാണ്. സ്വന്തം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയുടെ കാര്യത്തിൽ പോലും, തൻ്റെ ഉപ്പ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തനിക്ക് വിവാഹം കഴിച്ചു തന്ന ഭർത്താവിൻ്റെ കാര്യത്തിൽ പോലും ഇത്ര കൃത്യമായ നിയമം നടപ്പിലാക്കുന്ന ഈ ഒരു പ്രക്രിയ എന്തിനു വേണ്ടിയാണ്? അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള പുണ്യാണ്. നമ്മൾ അധ്വാനിച്ചു കൊണ്ടുവന്ന ഭക്ഷണമുണ്ട്, ഹലാലായ ക്യാഷ് നമ്മുടെ ഗൂഗിൾ പേയിൽ കിടക്കുന്നുണ്ട്, നന്നായി ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്. നമ്മളാ നോമ്പ് തുറക്കുന്ന സമയം വരെ ദാഹത്തെ ക്ഷമിച്ചും സഹിച്ചും ആ നേരം അങ്ങോട്ട് തള്ളി നീക്കാണ്. എന്തേ കാര്യം? ഇവിടൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം ഭാര്യയെപ്പോലും നോക്കാത്ത ഒരാൾക്ക് പിന്നെ അവിഹിതമായ ബന്ധങ്ങൾ ഉണ്ടാവില്ല. അവിഹിതങ്ങളിൽ നിന്ന് മോചിതനാകാനുള്ള ശക്തമായ പരിശീലനം, തെറ്റായ ചാറ്റുകൾ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പേരിട്ട് ആൺകുട്ടിയും പെൺകുട്ടിയും നടത്തുന്ന ഹിതകരമല്ലാത്ത ബന്ധങ്ങൾ, സംഭാഷണങ്ങൾ, അടുത്തിരിക്കലുകൾ, പ്രണയങ്ങൾ, ഇതൊക്കെ ക്ലോസ് ആക്കാനുള്ള പരിശീലന കാലയളവാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ് നോമ്പിൻ്റെ സമയത്ത് സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിക്ക് പടച്ചോൻ കൊടുക്കുന്ന പരിഹാരക്രിയ? ഇസ്ലാമിൽ എന്താണെങ്കിലും പരിഹാരക്രിയ അല്ലാത്ത പ്രശ്നമല്ല, അല്ലേ? എന്താ പരിഹാരക്രിയ? പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് നബിയെ പറ്റിപ്പോയി, ഞാൻ എൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അഥവാ ഒരു പബ്ലിക്കായി അത് പറയാനും പ്രകടിപ്പിക്കാനുമുള്ള സാഹചര്യം അവർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അത് വെച്ച് ട്രോളൂല, എനിക്ക് പിടിച്ചാൽ കിട്ടിയില്ലല്ലേ എന്നൊന്നും ചോദിക്കൂല. മനസ്സിലായില്ലേ? അത്രയും അവർക്കിടയിൽ ബോണ്ടായിരുന്നു, അവരുടെ വിശ്വാസപരമായ ബന്ധത്തിന്. അതുകൊണ്ട് പരസ്യമായിട്ട് വന്ന് നബിനോട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഒരു 60 ദിവസം നോമ്പെടുത്തോ, 2 മാസം നോമ്പെടുത്തോ. ഒരു ദിവസത്തെ ബെഡ്റൂമിലെ വളരെ അപ്രതീക്ഷിതമായ ഏതാനും മിനിറ്റുകൾ സംഭവിച്ചതിന് പടച്ചോൻ കൊടുക്കുന്ന പരിഹാരക്രിയ 2 മാസത്തെ വ്രതമാണെങ്കിൽ അവിഹിത ബന്ധങ്ങൾക്കും ചാറ്റുകൾക്കും
പിന്നെ പോണോഗ്രാഫി വാച്ചിങ്ങിനും അശ്ലീല വീഡിയോ കാണലിനും അത്തരം സ്പർശനങ്ങൾക്കും ഒക്കെ ഷെയ്ക്ക് ഹാൻഡുകൾക്കും ഒക്കെ ഉള്ള കാര്യം എന്താണ് അല്ലേ? ചില ഇടങ്ങളിലെത്തുമ്പോൾ ആണും പെണ്ണും ഒന്നിച്ച് തുള്ളുന്നത് നമ്മൾ കാണുന്നുണ്ട്. DJ മ്യൂസിക് ശബ്ദങ്ങൾ വന്നാൽ പിന്നെ ഓൾറെഡി മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിൽ കടന്നു കയറിയിട്ടുള്ള സാധനങ്ങൾ അവനെ കൊണ്ട് ചാടിക്കാണ്. അവിടെ ആരും നല്ല വ്യത്യാസമൊന്നുമില്ല, പ്രായം വ്യത്യാസമല്ല, അധ്യാപകനില്ല, വിദ്യാർത്ഥിയില്ല, ഒന്നുമില്ല, ഇതൊന്ന് ചാടാണ് അല്ലേ? ഈ ചാടുന്ന നിമിഷങ്ങളിൽ ഞാൻ അങ്ങോട്ട് അവസാനിച്ചാൽ എന്ന് ചിന്തിക്കാൻ പലപ്പോഴും പറ്റണില്ല, ഒരിക്കലും പറ്റണില്ല. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ തിരിച്ചു കൊടുത്ത ഉത്തരം, റസൂലേ, എനിക്ക് ഒരു ദിവസത്തെ പകല് സബറാക്കാൻ കഴിയാത്ത ആളാണ് ഞാൻ, എനിക്ക് എങ്ങനെ പറ്റുമോ? എനിക്ക് കഴിയില്ല, 2 മാസമൊന്നും തുടർച്ചയായി ഇങ്ങനെ നോമ്പെടുക്കാനുള്ള മാനസിക ശാരീരിക സാഹചര്യങ്ങൾ എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ചെയ്യുമ്പോൾ നോക്കേണ്ടിയിരുന്നു നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ പറയില്ല കേട്ടോ. വിവരമുള്ളവരും വിജ്ഞാനമുള്ളവരും ഹെൽമുള്ളവരും തൻ്റെ അടുത്ത് കുറ്റവും പാപവും ചെയ്തു വരുന്നവരോട് ഒരിക്കലും അങ്ങനെ പറയില്ല. അയാൾക്ക് മോചനത്തിൻ്റെയും രക്ഷയുടെയും വഴി നിർദ്ദേശിക്കുകയാണ് ചെയ്യുക. ഈമാനിൽ അയാൾക്ക് കുറച്ച് ലെവൽ കുറവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണ്ടു. ഒരാളടുത്ത് കുഴപ്പവും പ്രശ്നമൊക്കെ കണ്ടാൽ എന്തേ മനസ്സിലാക്കണ്ടു? ഈമാനിൽ അയാൾക്ക് കുറച്ച് ലെവൽ പ്രശ്നമുണ്ട്. അത് ഇന്ന ആളെ മോനായതുകൊണ്ട്, ഇന്ന എന്താ പറയുക മോൻ്റെ വാപ്പയായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന തറവാട്ട് പിറന്നുകൊണ്ട്, ഭയങ്കര തങ്ങൾ ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് ഒന്നും കാര്യമല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ചാർജ് ആകേണ്ട ഒന്നാണ്. പടച്ചൊട്ടേറിന് വേണം. അബൂ ത്വാലിബിന് കൊടുക്കാത്ത ഈമാൻ. മുത്ത് റസൂലുള്ളാഹിനെ അത്രയും സ്നേഹിച്ചിട്ട്, പ്രവാചകന് വേണ്ടി അത്രയും സഹിച്ചിട്ട് അബൂ ത്വാലിബിന് കിട്ടിയില്ല. അബൂ ത്വാലിബ് നരകത്തിലാണ്. ഇബ്രാഹിം നബിന്റെ വാപ്പാക്ക് കിട്ടാത്ത ഈമാന്, അതാണ് നോമ്പുകൊണ്ട് ചാർജാക്കി എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇബ്രാഹിം നബിന്റെ വാപ്പ നരകത്തിലേക്ക് ഉരുണ്ടു പോണത് അദ്ദേഹം കണ്ടു. വാപ്പാനെ രക്ഷിക്കണേ, വാപ്പാക്ക് സ്വർഗം കൊടുക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്നിട്ട് കൊടുത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ഈമാനാണ് നമുക്ക് റമദാനിലെ പകൽ പട്ടിണി കൊണ്ട് സ്വാംശീകരിച്ചെടുക്കാനുള്ളത് എന്നാണ് ഞാൻ പറയണത്. അപ്പൊ ആ മനുഷ്യനോട് റസൂലുള്ളാഹി പറഞ്ഞു, എന്നാ ശരി, നീ ഒരു 60 മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്ക്. നബിയെ, എൻ്റെ അടുത്ത് അങ്ങനെ കൊടുക്കാനുള്ള ഇല്ല, എൻ്റെ വീട്ടിൽ തന്നെ ചെലവിന് തികയില്ല. അപ്പോഴും റസൂലുള്ളാഹി രോഷം കൊണ്ടില്ല. നോക്ക് നിങ്ങൾ ആ പ്രവാചകന്റെ ഒരു സൗന്ദര്യം. ആ പ്രവാചകനാണ് ലോകത്ത് പൊട്ടണ എല്ലാം ബോംബിൻ്റെ ആളാക്കി വെക്കണത്. അപ്പോൾ പ്രവാചകൻ നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇത് ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾ മുന്നിലും പിന്നിലും പോകുന്ന അറേബ്യൻ ഭരണാധികാരിയല്ല, ആൾക്കൂട്ടത്തിനുള്ളിൽ നിർഭയം പ്രവേശിക്കുന്ന വ്യക്തിയാണ്. പുറത്ത് ചങ്ങലക്കിലക്കം കേട്ടൊരു തണുത്ത രാത്രിയിൽ പ്രവാചകൻ കടന്നു വരുന്നുണ്ട് വാതിൽ തുറന്ന്. അപ്പോൾ ഒരു മനുഷ്യനെ കാണുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തെവിടെ നിൽക്കണു? നബിയെ, ശത്രുക്കൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ട് എനിക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റിയില്ല, അപ്പം ഞാൻ വന്നതാണ്. നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടോ? ലോകത്ത് ഓരോ മിനിറ്റിലും പ്രവാചകൻ നിരന്തരം വിമർശിക്കപ്പെടുമ്പോൾ പ്രവാചക വിമർശനങ്ങൾക്ക് മറുപടി പറയണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ മറുപടി പറഞ്ഞ ഒരു പ്രസംഗം കേൾക്കണമെന്നോ, അങ്ങനെ മറുപടി പറയുന്നവർക്കൊരു കമന്റിലൂടെ, മാന്യമായ കമന്റിലൂടെ മറുപടി കൊടുക്കണമെന്നോ, എൻ്റെ ഒരു സ്റ്റാറ്റസ് ആക്കി വെക്കണമെന്നോ, ചെങ്ങല കിലുങ്ങുന്ന ചെങ്ങലയും കൊണ്ട് വാടാ എൻ്റെ നബിയെ തൊടാമെന്നാ കാണിച്ചരാ എന്ന് പറഞ്ഞ് മുറ്റത്ത് പോയി നിൽക്കണ്ട അല്ലേ? നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയിക്കോളൂ, അല്ലാഹു യഅസിമുക്കും മിനന്നാസ് എന്ന് ആയത്തിറങ്ങാം, അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കും, പോയിക്കോളൂ എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കൊട്ട കാരക്കയും കൊണ്ട് വരിക. ആരോ ഹദിയ കൊടുത്തതാണ്. നബിക്ക് സകാത്ത് സ്വീകരിക്കാൻ പറ്റൂല, ഹദിയ സ്വീകരിക്കാം. ആ ഹദിയ കൊണ്ടുവന്നത് കൊടുത്തത് അയാൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയി വിതരണം ചെയ്താലാം ഏറ്റവും പാവങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ആ സാധു മനുഷ്യൻ പറയാം, നബിയെ, എന്നെക്കാളും പാവങ്ങൾ ഞങ്ങളവിടെ ആരും ഇല്ലട്ടോ. റസൂൽ ചിരിച്ചിട്ട് പറഞ്ഞു, നീ കഴിച്ചോ. ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസത്തെ ഒരു നോമ്പിൽ സംഭവിച്ച പിഴവിന് ഉള്ളതാണിത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫോണ് ഏറ്റവും ശക്തമായി ഈ നോമ്പിൻ്റെ പകലുകളിൽ നിയന്ത്രിക്കണമെന്നുള്ളതിൽ എന്താ സംശയം? ഇൻസ്റ്റഗ്രാമൊക്കെ ഒരാൾ കയറിയാൾ നോമ്പ് മുറിഞ്ഞ് കഴിഞ്ഞ് ഖലാസ്, ഒരു സംശയമല്ല. ആജാദ്യ വരുന്നുണ്ട്. ഇൻസ്റ്റന്റ് അപ്പുറത്തുള്ള ചില സാധനമൊക്കെ പോകുന്നല്ലോ, അതിലേക്കൊന്നും കയറിയാൽ പിന്നെ വെറുതെ പകൽ പട്ടിണി എടുക്കണം. നല്ല 2 പൊറാട്ടി ഒരു ബീഫും പോയിട്ട് കഴിക്കുക, ആ നല്ലത്. ചില ആളുകൾ വിചാരിച്ച് പകൽ പട്ടിണി കിടന്ന കഴിച്ചിലാക്കുന്നതാണ്. നോക്ക് നിങ്ങൾ, നമ്മൾ ഈ തഖ്വ എന്ന് എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ അത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു കഅബിനോട് ചോദിക്കാണ്, എന്താണ് തഖ്വ? അപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത ഉത്തരം എന്താ അറിയോ? അമാ സലക്ത ത്വരീഖൻ ദാത ശൗക്കിൻ, മുള്ളുള്ള വഴിയിലേക്ക് നിങ്ങൾ കടന്നിട്ടില്ലേ? ഖാല ബല, അതേ എന്ന് പറഞ്ഞു. അപ്പോൾ പറയാ, ഫമാദ ഫഅൽത, എന്നിട്ട് നീ എന്ത് ചെയ്തു? മുള്ളുള്ള വഴിയിൽ കയറിയപ്പോൾ. അപ്പോൾ അദ്ദേഹം പറയാ, ശമ്മർത്തു വജ്തഹത്തു, മുള്ളിങ്ങനെ ഒന്നായിട്ടുണ്ട്. അപ്പം എൻ്റെ ഡ്രസ്സിൽ അത് കൊള്ളാതിരിക്കാൻ കാലുകൊള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് കാലിൽ ചവിട്ടാതെ ഞാൻ നടന്നു. അപ്പോൾ പറയാം, ഫദാലിക തഖ്വ, അതാണ് തഖ്വ. അപ്പം നമ്മൾ ജീവിക്കണം, നമ്മൾ വർക്ക് ചെയ്യണ ഓഫീസിൽ, നമ്മൾ പഠിക്കണ സ്കൂളിൽ, കോളേജിൽ, ഹോസ്റ്റലിൽ, ക്യാമ്പസിൽ, ബസ്സിൽ ഒക്കെ തിന്മയുടെ ഒരുപാട് പ്രചോദനങ്ങളുണ്ട്.
ആ പ്രചോദനങ്ങളെ ഒന്നും തൊടാതെയും സ്പർശിക്കാതെയും അഫ്ളൽ മുഅ്മിൻ അല്ലദീ യുഖാലിത്തുന്നാസ്, ജനങ്ങൾക്കിടയിൽ തന്നെ ജീവിക്കും. പാപങ്ങൾ പേടിച്ചിട്ട് ഏതെങ്കിലും മലമുകളിൽ തസ്ബീഹ് മാലിം കൊണ്ട് ഗുഹയിലിരിക്കലല്ല. ആരാ വിശ്വാസി? അഫ്ളൽ മുഅ്മിൻ അല്ലദീ യുഖാലിത്തുന്നാസ്, ജനങ്ങൾക്കിടയിൽ ജീവിക്കും. വയസ്ബിറു അലാ അദാഹും, അവർ ഉണ്ടാക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിതനാകും. മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട്. ഓഫീസിലിരുന്ന് ലാപ്ടോപ്പിന് മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, പലരും ഇങ്ങനെ ട്രോളും കഥ പറയും. അവന് വയറിന് മാത്രമേ നോമ്പുള്ളൂ, നാവുമക്ക് നോമ്പ് കയറിയിട്ടില്ല. തുപ്പലൊക്കെ ചിലപ്പോൾ അങ്ങനെ തുപ്പുണ്ടാവും. ഉമനീരിറക്കാൻ പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ട്. കഫം വന്നാൽ തുപ്പണം, അല്ലേ? കഫം വന്നാൽ അത് പുറത്തേക്ക് തുപ്പണം. പക്ഷെ സ്കൂളിലൊക്കെ തുപ്പിങ്ങനെ നടക്കണാണ് കുട്ടികൾ കേട്ടോ. തുപ്പിങ്ങനെ നടക്കണാണ്. തുപ്പി നടക്കുമ്പോൾ വല്ലാതെ പറഞ്ഞ പ്രശ്നമാണ്. അവിടെ സുന്നി മുജാഹിദൊക്കെ വരും, ഭരണമാശം അറബി മാസം കൂടി ആണെങ്കിൽ. ഞാൻ പറയണത് ഇതിലൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും, പക്ഷേ വർത്താനത്തിലൊരു കൺട്രോളും വന്നിട്ടുണ്ടാവില്ല. നോക്കൂ നിങ്ങൾ, തഖ്വ എന്ന് പറയുന്നത് അത്തരം ഒരു വലിയ സംഭവമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. ആരാണ് രക്ഷപ്പെടുക? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിനെ ഭയക്കുന്നുണ്ടവൻ. അവനൊരു വേണ്ടാത്ത കാര്യം ചെയ്യുമ്പോൾ, ഒരു കോണിക്കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊരു സാധനം ചെയ്യുമ്പോൾ അപ്പുറത്ത് കൂടെ ഒരു അരണ പാഞ്ഞാൽ ഓന് പേടിയാ, അരണനോന് പേടിയാ, അരൺ വരുന്നുണ്ടോന്നോ നോക്കും. എന്നാലോ അവന് യൂട്യൂബിലിരുന്ന് വേണ്ടാത്തത് കാണുകയാണ്, അല്ലേ? ശബ്ദമൊക്കെ കുറച്ച് ഫാനൊക്കെ ഇട്ട് വാതിലൊക്കെ കുറ്റിയിട്ട് ഇങ്ങനെ കാണുക വേണ്ടാത്തത്. അപ്പോൾ പെട്ടെന്ന് ഒരു എലി പാഞ്ഞ അവന് പേടിയാ. പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബുണ്ട്. അവന് കണ്ണും കാതും കൽബും കൊടുത്ത റബ്ബ്, എണ്ണിയാൽ തീരാത്ത കോടി അനുഗ്രഹങ്ങൾ കൊടുത്ത റബ്ബ്, അവന് ശ്വസിക്കാനുള്ള വായു കൊടുത്ത റബ്ബ്. ആ ശ്വാസവായു ഓക്സിജൻ സ്വയം സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കി നോക്കണ്ടേ? അപ്പൊ കാണാ ഒരു ഓക്സിജൻ സിലിണ്ടർ അരികത്ത് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് ഇങ്ങനെ നോക്കും, തീരാനായിണോ അവൻ നോക്കും, വീട്ടുകാർ നോക്കും. ഓക്സിജൻ സിലിണ്ടർ തീരാനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുകയാണ് അടുത്ത സിലിണ്ടറിന്, അല്ലെങ്കിൽ കിടന്ന് പടയും. അത്ര നിസ്സാരനാണ് ഈ മനുഷ്യൻ, അല്ലെ? അത്ര നിസ്സാരനാണ്. അവന്റെ സ്പന്ദിക്കുന്ന ഹൃദയം, മിനിറ്റിൽ ഇങ്ങനെ സ്പന്ദിക്കുന്ന ഹൃദയത്തിന്റെ താളം ഒന്ന് പിഴച്ചാൽ അവൻ വേറെ ഒന്നാണ്. ഇതൊക്കെ തരുന്ന റബ്ബ്, ആ റബ്ബിനോട് അവനൊരു കടപ്പാടുമില്ല. അവന്റെ മൂത്രം ഒന്ന് കെട്ടി നിന്ന് നോക്കണ്ടേ? അവന്റെ മല ഒന്ന് സ്റ്റക്കായി നോക്കണ്ടേ? അവന്റെ വയറൊന്ന് പണി മുടക്കി നോക്കണ്ടേ? അപ്പൊ മനസ്സിലാകും, അല്ലേ? അപ്പൊ മനസ്സിലാകും. അപ്പൊ ഞാൻ പറയുന്നത്, ആ റബ്ബിന്റെ അത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ആ റബ്ബ് ഈ ഫ്രണ്ട്സിനോടൊക്കെ ഭയങ്കര കടപ്പാടാ. എന്താ കാര്യം? ഞാൻ അങ്ങനെ കുടുങ്ങിയ നേരത്ത് അയാളാണ് എനിക്കത് ചെയ്തതെന്ന്. ഞാൻ ആ പെട്ടുപോയ നേരത്ത് അവനാണ് കൂടെ നിന്ന്. എന്നാലോ ഈ ഫ്രണ്ടിനെയും കൂടി തന്ന റബ്ബോ, പള്ളിമിനാരങ്ങളിൽ നിന്ന് വിളി കേൾക്കുമ്പോൾ അവന് പൊങ്ങണില്ല, എണീക്കാൻ പറ്റണില്ല, അവന്റെ ചിന്തകൾ മാറണില്ല. അതാണ് മഖാമ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അവൻ ഭയക്കുന്നു. നിഞ്ഞു കേട്ടോളി, വല്ലാത്തൊരു വാക്കാണത്. വനഹൻ നഫ്സ അനിൽ ഹവ, അവന്റെ നഫ്സിനെ അവൻ ഇച്ഛകളിൽ നിന്ന് പറിച്ചു നടന്നു. അല്ലാഹുവിന്റെ റസൂൽ ഹദീസ് എന്താ അറിയോ? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅതു ബിഹി. ചെറുപ്പക്കാരി കുട്ടികൾ, ഞാൻ ഈ പറയണത് ഒന്നും കൂടി കാത് തുറന്നു വെച്ചതാ, ചെവിയിൽ ഇങ്ങനെ കൈ വെച്ച് കേൾക്കണം ഞാൻ പറയണത് കേട്ടോ. എന്നിട്ട് നിങ്ങൾ അശ്രദ്ധാകെ ഉറങ്ങെ എന്താ ചെയ്തോളി. ഈ ഒറ്റ ഹദീസ് മതി ഇന്ന് ഇവിടുന്ന് പോകുമ്പോൾ ഒരുപാട് തീരുമാനം എടുക്കാൻ. നോമ്പും നോറ്റ് ആ നോമ്പിന്റെ ആത്മീയ നിർവൃതിയിലാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എന്താ? ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാകുന്നില്ല. പേരിൽ ആധാർ കാർഡിൽ മുസ്ലിം എന്നാണ്, അല്ലെ? അതുകൊണ്ട് ആവൂല. വാപ്പ ഭയങ്കര നീളമുള്ള വലിയ പേരൊക്കെ ഇട്ടത്, അതുകൊണ്ടും ആകൂല. ഇടക്കിടക്കൊക്കെ കുത്തിമറിഞ്ഞ് എണീക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, അതുകൊണ്ടും ആകൂല. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസത്തിന് പൂർണ്ണത വരുന്നില്ല. യകുനു ഹവാഉ, അവന്റെ ഇച്ഛകളാകുന്നത് വരെ. തബഅൻ ലിമാ ജിഅതു ബിഹി, ഞാൻ കൊണ്ടുവന്ന സന്ദേശങ്ങൾക്ക് അനുസൃതമാകുന്നത് വരെ. അവനിഷ്ടമുള്ളൊരു കാര്യമുണ്ട്, അത് ദീനിനെതിരാണ് എങ്കിൽ അവൻ അത് ഉപേക്ഷിക്കൂല, അല്ലേ? ആളുകൾക്ക് മനസ്സിലാണ്. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാൻ നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ കുറിച്ച് തോന്നിയാൽ അഫ്വാൻ. എന്താ? ചില ആളുകൾ മനുഷ്യന്റെ നിര ബാധിക്കുക എന്നുള്ളതൊരു നോർമൽ സംഭവമാണ്. ചില ആളുകൾക്ക് നേരത്തെ നരക്കും, വൈകി നരക്കും. നരച്ചാൽ എന്താ ഏറ്റവും നല്ലത്? അതിന് കളർ കൊടുക്കണം നല്ലത്, അഫ്ദൽ അതാണ്. വലിയൊരു കാലം ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, വളരെ അടുത്ത കാലത്താണ് മനസ്സിലാക്കി. എന്താണ്? പക്ഷെ അത് കറുപ്പ് പറ്റൂല. അപ്പൊ കറുപ്പ് പറ്റൂല എന്നുള്ളത് പടച്ച റബ്ബിന്റെ റസൂല് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് ഒരു നിസ്സാരമായി കണ്ട് അതിന് വ്യാഖ്യാനം കൊടുത്ത് അത് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ആളുകളെടുത്ത് എത്തുമ്പോൾ എന്താവും, അല്ലേ? അല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ മുടി ഇങ്ങനെ കട്ട് ചെയ്യും, എന്താ ഇവിടെ ഇങ്ങനെ വെളുപ്പിക്കും. ഖസ എന്നാണ് അതിന് പറയാം. അള്ളാഹുവിന്റെ റസൂൽ വളരെ കണിശായിട്ട് പറഞ്ഞതാ. അതങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാലും അയിമകത്തൂല. എന്താ? അവന്റെ ഇച്ഛ അതിനനുസൃതമായി വരുന്നില്ല.
അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ചെറുതും വലുതുമായത് ഉപയോഗിക്കുക. ജീവിതത്തിൽ ഒരുപാട് മേഖലയിൽ സൂക്ഷ്മത ഉണ്ടാകും. അത് ഖത്തീബ് ആവർത്തിച്ച് പറഞ്ഞാൽ എന്നാൽ ഞാൻ പള്ളിക്ക് പോകണില്ല എന്ന് തീരുമാനിക്കും ചില ആൾക്കാർ. അങ്ങനെ ഉണ്ടാകുക. അപ്പോൾ ദീനിൻ്റെ ഒരുപാട് മസലകൾ ആ വ്യക്തി മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്ന ചില ഖത്തീബ് എന്ത് ചെയ്യും? ഒരു ഖത്തീബ് ഒരുപാട് അങ്ങനത്തെ കാര്യം ശ്രദ്ധിച്ചിട്ടാ പറയാം കേട്ടോ. അയാൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ പിണങ്ങി അതിലേറെ വലിയ ഒരു മസല അയാൾ പഠിക്കാതിരിക്കരുത് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പം ഞാൻ പറയണത്, നമ്മൾ ഓരോരുത്തരും നമ്മളെ ജീവിതത്തിൽ എടുക്കുക അല്ലേ. ഇപ്പം മുസ്ലിമായൊരു മനുഷ്യൻ താടി വളർത്തുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ അത്രയും പ്രാധാന്യപൂർവ്വം പറഞ്ഞതാണ്. അത് പക്ഷേ നമ്മളെ സൗന്ദര്യത്തിനും നമ്മുടെ കാഴ്ചപ്പാടിനൊക്കെ അത് വിരുദ്ധം തോന്നുമ്പോൾ നമുക്കത് എടുത്ത് ഒഴിവാക്കാൻ തോന്നുക. അങ്ങനെ ഏതും നിങ്ങൾ എടുത്തു. ഇപ്പോൾ വലത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കുക, ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഞാൻ പറയുമ്പോൾ വലത്തേ കൈ കൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഗൗരവത്തിൽ പറഞ്ഞതാണ്. നമുക്ക് ഒരു ടേബിൾ മാനേഴ്സ് എന്ന് പേരിട്ടിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഉ തബഅൻ ലിമാ ജിഅ്തു ബിഹി. ഞാൻ കൊണ്ടുവന്നതിന് അനുസൃതമാകണം അവൻ്റെ ചിന്ത. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ വിരൽ ക്ലീൻ ആക്കിയിട്ട് വെള്ളം എടുത്ത് കുടിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല, ആരും ഒന്നും പറയില്ല. മാത്രമല്ല ഏറ്റവും വൃത്തിയിൽ വടിച്ച് ക്ലീനാക്കിയത് നമ്മളെ പ്ലേറ്റ് ആയിരിക്കും. അത് മുത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചാണ്. നമ്മൾ കോഴി കടിക്കുമ്പോൾ കോഴിമ കുറേ കഷ്ണം ബാക്കി ഉണ്ടാവില്ല, ഒക്കെ നുള്ളിപ്പറിച്ചെടുത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെ കണ്ട ആളെ എക്സൈറ്റഡ് ആകുക ചെയ്യുക. നമ്മളെ കണ്ടാൽ ഓ എന്ത് വൃത്തിയാണ് ഇയാളെ പ്ലേറ്റിന് എന്ന് ചിന്തിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നോക്ക്, ഈ തഖ്വ എന്ന് പറയുന്ന സാധനം അത് പെട്ടെന്ന് വ്യക്തിയെ മാറ്റും എന്നാണ് അല്ലേ. നോക്കൂ നിങ്ങൾ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വാഇഫും മിന ശൈത്താനി തദക്കറു. എന്താ തഖ്വ ഉള്ള മനുഷ്യന്മാർക്ക് ശൈത്താന്റെ ഇടപെടലുണ്ടായ പെട്ടെന്ന് അള്ളാഹിന് ഓർമ്മ വരുന്നതാണ്. ചരിത്രത്തിൽ എത്രയോ മനോഹരമായ ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് അറിയണതായതുകൊണ്ട് നീട്ടി പറയണ്ട. 3 ആളുകൾ ഗുഹാമുഖത്തെത്തിയപ്പോൾ ആ ഗുഹാമുഖത്തെത്തിയ വ്യക്തികളിൽ ഒരാൾ പറയാം, അല്ലാഹുമ്മ ഇന്നി കുൻതു അഹബ്ബുന്നാസി ഇലയ്യ ഇബ്നത അമ്മീലി. എൻ്റെ എളാപ്പാൻ്റെ മോളെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവളോട് ഞാൻ അവളുമായുള്ള ശാരീരിക ബന്ധം പലതവണ ആവശ്യപ്പെട്ടു, അവൾ സമ്മതിച്ചില്ല. അവസാനം സാമ്പത്തികമായി തകർന്ന ഒരു ഘട്ടത്തിൽ അവളെൻ്റെ അടുത്ത് ക്യാഷ് ചോദിച്ചു വന്നപ്പോൾ അവളുടെ മനസ്സിനെ ഞാൻ ചൂഷണം ചെയ്തു. അങ്ങനെ ഫലമ്മ ഖദർതു അലൈഹ, എനിക്ക് അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ കിട്ടിയ ആ സമയം അവൾ എന്നോട് പറഞ്ഞു, ഇത്തഖില്ലാ വലാ തഫദ്ദുൽ ഖാതിമ ഇല്ലാ ബിഹഖ്ഖിഹി. നിനക്ക് അവകാശമില്ലാത്തതൊന്നും നീ ഉപയോഗിക്കരുത്, നീ അള്ളാഹനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഫതഹറജ്തു മിൻഹാ വൻസറഫ്തു അൻഹാ, ഞാൻ അവളുടെ അടുത്ത് നിന്ന് എണീറ്റ് പോന്നു. അപ്പം ഈ കൽബുണ്ടാകാനാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. തഖ്വ വളരെ ക്ലിയറാ. എന്തിനാണ് നോമ്പ് നോൽക്കാൻ പറഞ്ഞത്? റമളാൻ മാസം നിശ്ചയിച്ചു തന്നത് ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാകാനാണ്. ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാകാൻ ആവശ്യമായ നോമ്പ് നമ്മൾ നോൽക്കുന്നുണ്ടോ എന്നുള്ളതാ. വാപ്പ കാണൂല, അമ്മ കാണൂല, മാസ് കാണൂല, നാട്ടുകാർ കാണൂല, അയൽക്കാർ കാണൂല അല്ലേ. ഒറ്റക്കാണ്, എന്തും ചെയ്യാവുന്ന ഇടമാണ്. അയാൾ പ്രണയിച്ച പെണ്ണാണ്, നിരന്തരം ആവശ്യപ്പെട്ടതാണ്. അയാൾക്ക് കീഴടങ്ങിയപ്പോ അല്ലാ എന്ന് കേട്ടപ്പോ തിരിച്ചെണീറ്റ് നടന്നു പോരാൻ പറ്റുമെങ്കിൽ റീൽസിന്റെ ഷോർട്സിന്റെ ഒരുപാട് ആഭാസങ്ങളുടെ കാലത്ത് നമുക്ക് നിലപാടെടുക്കാൻ പറ്റണം. ആൾക്കൂട്ടത്തിന്റെ കൂടെ അഴിഞ്ഞാടിയാലേ ഞാൻ ആൾക്കൂട്ടത്തിൽ ഒരാളാകുള്ളൂ, സ്വീകരിക്കപ്പെടുള്ളൂ. ഒഴുകുന്ന നദിക്ക് കുറുകെ സഞ്ചരിക്കുമ്പോ ഞാൻ പിന്തിരിപ്പനും ഒന്നിനും കൊള്ളാത്തവരുമായി ചിത്രീകരിക്കപ്പെടുന്നുള്ളതൊക്കെ നമ്മളെ ആവശ്യമില്ലാത്ത പേടിയാണ്. 40 ആളുള്ള ഒരിടത്ത് നിങ്ങൾക്കൊരു ഭക്ഷണത്തോട് നോ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് നോ പറയാം. ആ 40 ആളിൽ ബോധ്യപ്പെടുത്താവുന്ന ചിലരൊക്കെ ബോധ്യപ്പെടുത്തുക. ഓര് നോക്കിക്കോളും, ബാക്കി ഒരു പേടിൻ്റെ കാര്യമല്ല. അത് ജീവിതത്തിലൂടെ ബോധ്യപ്പെടേണ്ടതാ, അത് വർത്താനത്തിലൂടെ ബോധ്യപ്പെടേണ്ടതല്ല. നോക്കൂ നിങ്ങൾ, ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറയാ, ഫീഹി ദലീലുൻ, ഈ സംഭവത്തിൽ തെളിവുണ്ട്, അല കമാലി തഖ്വ ഇൻദൽ ഖുദ്റത്തി അലൽ മഅസിയ. തഖ്വ അതിന്റെ പൂർണ്ണത പ്രാപിക്കും. തെറ്റ് ചെയ്യാൻ പൂർണ്ണ അവസരമുണ്ടാകുമ്പോഴും തഖ്വ അവനെ അതിൽ നിന്ന് സംരക്ഷിക്കും എന്നാണ്. അങ്ങനത്തെ ഒരു മനോഗതം അവന് കൊടുക്കും എന്നാണ്. ഞാൻ എൻ്റെ സ്പീച്ചുകൾ പലപ്പോഴും അനുസ്മരിക്കുന്ന ഒരു കുടുംബമുണ്ട്. ഞാൻ അവരെ ഇന്നും ഇവിടെ അനുസ്മരിക്കട്ടെ. എന്താണ്, ഒരു സ്ത്രീ, അവർക്ക് ലൈംഗികാവയവത്തിൽ ഒരു രോഗം വന്നു. അപ്പോൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു, ഇത് തെരുവ് വേശികൾക്ക് ഉണ്ടാകുന്ന അസുഖമാണ്, ഇത് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഡോക്ടർ ഇത് പറഞ്ഞു പെട്ടുപോയി. അപ്പോൾ ഭർത്താവിനൊക്കെ വിളിച്ചു വരുത്തിയപ്പോൾ ഭർത്താവ് പറഞ്ഞ വാചകം എന്താ അറിയോ? KSRTC ബസ് ഇറങ്ങി ബൈക്ക് വെച്ചു കൊടുത്തേക്ക് നടക്കണീൻ്റെ ഇടയ്ക്ക് ഒരു സ്ത്രീ എന്നെ വിളിച്ചു, പറ്റിപ്പോയി എനിക്ക്. ഇവളെന്നോട് എന്നും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിയണത്? ഞാൻ രാത്രി നിസ്കാരം തുടങ്ങിയത് എന്നാണെന്ന് ഇവളോട് ചോദിച്ചാൽ മതി, അന്നാണ് എനിക്കിത് പറ്റിയത്. ഞാൻ ഇതിൻ്റെ പുകച്ചിലായിരുന്നു. അവളുടെ കൂടെ ഉറങ്ങുമ്പോഴും അവളെന്നെ സ്നേഹിക്കുമ്പോഴും എനിക്ക് വാതിൽ തുറന്നിരുമ്പോൾക്ക് ഇതിൻ്റെ പുകച്ചിലായിരുന്നു. ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന്. അവളെന്നെ ഉപേക്ഷിച്ച് പോയാൽ പോലും എനിക്ക് പ്രശ്നമല്ല, ഞാൻ അവളെ വഞ്ചിക്കുകയായിരുന്നല്ലോ എന്നുള്ളത് ഞാനിപ്പോൾ റിലാക്സ്ഡാണ്. അപ്പോൾ KSRTC ബസ്സിൻ്റെയും ബൈക്കിൻ്റെ ഇടയിലാണ്.
അവിടെ പിടിച്ചു നിർത്തുന്ന ആ സാധനമാണ് നമ്മൾ ഈ റമദാൻ മാസത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം, അല്ലേ? അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ബാക്കി എൻ്റെ വിശദാംശത്തേക്ക് പോകണില്ല, സമയം പരിഗണിച്ച്. ഇനി നിങ്ങൾ നോക്കൂ, അർശിന്റെ തണൽ കിട്ടുന്ന ആളെ കുറിച്ച് പറഞ്ഞപ്പോൾ വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ, സുന്ദരിയായ തറവാടിത്തമുള്ളൊരു പെണ്ണ് വിളിച്ചു. വഖാല ഇനി അഖാഫുല്ലാ, എനിക്ക് അള്ളാനെ പേടിയാണ് എന്ന് പറഞ്ഞു. അവളുടെ സൗന്ദര്യത്തിന്റെയും ആകാരത്തിന്റെയും അവസരത്തിന്റെയും സ്വകാര്യതയുടെയും മുന്നിലും ഇനി അഖാഫുല്ലാ, എനിക്ക് അള്ളാനെ പേടിയാണെന്ന് പറയാനുള്ള ഒരു മനസ്സാണ് നമുക്ക് റമദാൻ മാസത്തിലൂടെ നേടിയെടുക്കേണ്ടത്. മാത്രമല്ല, നോക്കൂ നിങ്ങൾ, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. കഅബ് മാലിക് അടക്കമുള്ള 3 സ്വഹാബിമാരെ അള്ളാഹുവിന്റെ റസൂൽ വിലക്കി. എന്താ? തബൂക്കിലേക്ക് പുറപ്പെടാന്ന് അവർ പറഞ്ഞിരുന്നു. കൃഷി ഉണ്ട്, നല്ല ഈത്തപ്പഴം കായ്ക്കണ മാസമാണ്. അപ്പോഴാണ് എന്ത് ചെയ്യണത്? കൊടും ചൂടിൽ തബൂക്ക് യുദ്ധം നടക്കുന്നത്. പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ കുറേ സ്വഹാബിമാരൊക്കെ എന്താ പറയുക, കർഷകർക്കറിയാം അതിൻ്റെ ഒരു ഫീലിങ്. 3 മാസം നോക്കിയിട്ട് വിളവെടുക്കേണ്ട സമയത്ത് ഇവിടെ അല്ലാതാവുമ്പോഴുള്ള പ്രശ്നമൊക്കെ അറിയാം, അല്ലേ? അപ്പോൾ കുറേ ആളുകളൊക്കെ അതൊക്കെ ഉപേക്ഷിച്ച് പോയി. പക്ഷേ കഅബുള്ളാഹിന് ചെറുപ്പക്കാരൻ, നബിയെ ഞാൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തെത്തും, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ വിളവെടുപ്പ് നീണ്ടു. അവരവിടെ എത്തിയപ്പോഴേക്ക് യുദ്ധം കഴിഞ്ഞ് സ്വഹാബത്ത് തിരിച്ചു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കണിശമായ ഭാഷയിൽ അതിനെ ശകാരിച്ചു. അപ്പോൾ മുനാഫിഖീങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഓരോരോ കാരണം പറഞ്ഞു. കാരണം പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെല്ലാ കാരണം എനിക്കറിയാം, അള്ളാഹു എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ 3 ആളുള്ള സത്യം പറഞ്ഞു. റസൂൽ അവരെ വിലക്കി. മദീനയിൽ ഒരാളവരോട് മിണ്ടരുതെന്ന് പറഞ്ഞു കേട്ടോ. വയസ്സായ ഒരു സഹാബിയുടെ ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ അദ്ദേഹം കളവനാണ്, ഞാൻ മിണ്ടൂല, എനിക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അതാണ് സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ വാക്കിന്റെ മുമ്പിൽ. അങ്ങനെ 50 ദിവസം മദീനയിലെ മനുഷ്യർ സങ്കടപ്പെട്ടു. അവരോട് സംസാരിക്കാൻ വയ്യ. അവർ പള്ളിയിൽ ഒരു നിസ്കരിക്കും പോകും. ഭൂമി എനിക്കിടുങ്ങിയതായി. ഒരു രാത്രിയിൽ ഈ 3 ആളുകളും പർവ്വത ശിഖരങ്ങളിൽ നിന്നൊരു വിളി കേൾക്കാണ്, പള്ളിയിലേക്ക് ചെല്ലൂ, പ്രവാചകൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ചെന്നപ്പോ 50 ദിവസത്തിന്റെ വേദനകൾ പ്രവാചകൻ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങി. അദ്ദേഹം പിന്നെ പറയാ, സത്യം പറയേണ്ടതിന്റെ പേരിൽ എന്നെപ്പോലെ പരീക്ഷിക്കപ്പെട്ട വേറൊരാളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വല്ലാഹി മാ തഅമ്മതു കിസ്ബതൻ മുൻദു ഖുൽതു ദാലിക ലിറസൂലില്ലാ ഇലാ യൗമി ഹാദാ വഇന്നി ലഅർജു അൻ യഹ്ഫളനി അല്ലാഹു ഫീമാ ബഖിയ. ആ സംഭവത്തിന് ശേഷം അറിഞ്ഞുകൊണ്ട് ഒരു കളവ് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലും ഞാൻ അങ്ങനെ തന്നെ സംരക്ഷിക്കപ്പെടട്ടെ എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളൊക്കെ മനസ്സിലാക്കുക, യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇങ്ങനത്തെ ഒരു വ്യക്തിത്വമാകാനാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിശ്ചയിച്ചത്. അതുകൊണ്ട് നമുക്ക് നേട്ടമുണ്ടോ? നേട്ടം ദുന്യാവിലും പരലോകത്തൊക്കെ ഇഷ്ടം പോലെ. 10 പോയിന്റ് ഞാൻ നോട്ട് ചെയ്തതെന്ന് 1 മാത്രമേ പറയുന്നുള്ളൂ. ഒന്നെന്താ അറിയോ? ഹൃദയത്തിൽ അതൊരു വെളിച്ചം കൊടുക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജഅൽ ലക്കും ഫുർഖാന. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു ഫുർഖാൻ തരും. എന്താ ഫുർഖാൻ? ഹറാമും ഹലാലും വേർതിരിച്ചറിയൽ മാത്രമല്ല ഫുർഖാൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കിട്ടുന്ന വെളിച്ചമാണ് ഫുർഖാൻ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കിട്ടുന്ന വെളിച്ചം. നിങ്ങൾ നോക്ക്, ഞാൻ ചില സംഭവങ്ങൾ പറയുകയാണെങ്കിൽ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തമായ പട്ടിണി വന്ന കാലത്ത് മദീനയിൽ ശിക്ഷാ നടപടികളൊക്കെ നിർത്തിവെച്ചു. മോഷ്ടിക്കണ വ്യക്തിനെ ശിക്ഷിച്ചില്ല. മോഷ്ടിച്ചവന്റെ കൈവെട്ടണമെന്ന് നടപ്പിലാക്കിയില്ല. എന്താ കാര്യം? അതൊരു വെളിച്ചാണ്. ഹദീസിലും ഖുറാനിലൊന്നും ഇങ്ങനെ ഒരു സംഭവം വന്ന് അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ അതൊരു വെളിച്ചമാണ്, അല്ലേ? അതൊരു വല്ലാത്ത വെളിച്ചമാണ്, വല്ലാത്തൊരു പ്രകാശമാണ്. അത് അള്ളാഹു ഇട്ടുകൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾക്ക് നമ്മളെ പ്രാപ്താക്കും. ഓരോന്നിലും നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, വീടിൻ്റെ മേലൊക്കെ എടുക്കണം. ഒരാൾ 10 ലക്ഷം റുപ്യ കടം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വാങ്ങണോ വേണ്ടേ? അതിൽ തീരുമാനം എടുക്കാൻ പഠിച്ചോ നമുക്ക് നല്ല വെളിച്ചം തരും. എന്താ കാര്യം? എല്ലാ ഭാഗവും ആലോചിച്ചിട്ട് അതിലേക്ക് നമുക്കൊരു തീരുമാനത്തിന് എത്താൻ പറ്റും. ഈ ബിസിനസ് തുടങ്ങണോ വേണ്ടേ? ഈ വ്യക്തിനെ കൊണ്ട് മോളെ കല്യാണം കഴിപ്പിക്കണോ വേണ്ടേ? ഒക്കെ പടച്ചോനൊരു വെളിച്ചം തരുന്ന, ഹറാമ് ഹലാലുകളെ സൂക്ഷിച്ച് അള്ളാഹിനെ ഭയപ്പെട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഇരുന്നതിന് ശേഷം അവിടെ നിന്ന് എണീറ്റ് പോരാൻ പ്രാപ്തമാക്കിയ തഖ്വ ഉണ്ടല്ലോ, ആ തഖ്വ സൃഷ്ടിക്കുന്ന നോമ്പിനെ കൈകാര്യം ചെയ്യേണ്ട വിധം കൈകാര്യം ചെയ്താൽ നമ്മൾ ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മളൊരു പുതിയൊരു വ്യക്തിയായിരിക്കും. അപ്പം നമുക്ക് നാട്ടുകാരെ പേടി ഉണ്ടാവില്ല. എന്തൊക്കെ കാര്യത്തിൽ നാട്ടുകാരെ പേടിയുണ്ട്, അല്ലേ? പലർക്കും നിലപാടെടുക്കുന്നിടത്ത് നാട്ടുകാരെ പേടിയാണ്. ഭർത്താവ് ഭയങ്കരമായി പ്രഷർ ചെയ്യുമ്പോൾ മാത്രം വരുന്ന ഭാര്യമാരുണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഭർത്താവിനെ നാട്ടുകാരെ പേടിച്ചിട്ട് ദീന് കേൾക്കാൻ വരാൻ തൗഫീഖ് കിട്ടാത്ത ആളുകളുണ്ട്. ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ആസിയ ബീവിന്റെ ചരിത്രം എന്തിനാ ഖുർആൻ കൊടുത്ത്?
എന്തിനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ സ്വന്തം ലൈംഗികാവയവങ്ങളിലൂടെ ചൂടുവെച്ച ഇരുമ്പിന്റെ കമ്പികൾ ഇടിച്ചു കയറ്റുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ഷഹാദത്തിന്റെ വാക്കിന്റെ കൂടെ നിന്ന മനുഷ്യരുടെ ചരിത്രം എന്തിനാണ് ഇസ്ലാം പഠിപ്പിച്ചത്? അത് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനാണ്. അങ്ങ് ഗസയിലെ കുഞ്ഞുങ്ങൾ അവരെടുക്കുന്ന കുടുംബങ്ങൾ അവിടെ എടുക്കുന്ന നിലപാടിന്റെ ചരിത്രം എന്തിനാണ് നമ്മുടെ മുന്നിൽ വരുന്നത്? നമുക്ക് കാലുമത്തെ നഖം ഒന്ന് വെച്ചുത്തിയാലുള്ള വേദന സഹിക്കാഞ്ഞിട്ട് കാലും നീട്ടി എത്രയോ മാസം ഇരിക്കുന്ന ടീമാണ് നമ്മൾ, അല്ലേ? ഇവരുടെയൊക്കെ ദുഃഖങ്ങളുടെ വേദനകളുടെ കടലടിക്കുന്ന മനസ്സിൻ്റെ നൊമ്പരപ്പുഴകളുടെ ഒക്കെ അരികത്ത് ഒന്ന് പോയി നിന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാകും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ എടുക്കേണ്ട ഒരു സ്റ്റാൻഡാണിത്. ഒരുപാട് കാര്യങ്ങൾ ഖൈറാത്തുകളുണ്ട്, ഞാനതിൻ്റെ വിശദാംശത്തേക്ക് പോകണില്ല. അതുകൊണ്ട് നമുക്ക് ഫറളുകളൊന്ന് സെറ്റാക്കണം. നിസ്കാര ബന്നലിയും ജമാഅത്തൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിലേ നമ്മളെ കഥ മഹാപ്പൊകയാണ് കേട്ടോ. നമ്മൾ ഭയങ്കര തിരക്കൊക്കെ പറയും, ജോലി പറയും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളോട് ഞാൻ ഇന്നിങ്ങനെ ജമാഅത്തിന് ഇറങ്ങുന്നുണ്ട് പറഞ്ഞാൽ അയാളൊന്നും പറയില്ല. ഞാൻ പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടാണ് പറയാം, പഠിച്ചോനെ എനിക്കിതിനൊക്കെ പറ്റുന്ന ഒരു ജോലി തരണം എന്ന് പറഞ്ഞാൽ കിട്ടും, ഒരു സംശയമല്ല. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അയാൾക്ക് കമ്പനി ഭയങ്കര ഒരു ഓഫർ കൊടുത്തിട്ട് അയാളത് റിജക്റ്റ് ചെയ്തുകൊണ്ട് മെയിൽ അയച്ചു. അയാളെ വാപ്പ ചൂടായിട്ട് എന്നെ വിളിച്ചു, ഭയങ്കര ഓഫർ കിട്ടിയിട്ട് 5 ഇരട്ടി ശമ്പളം കിട്ടിയിട്ട് ഓനത് റിജക്റ്റ് ചെയ്ത്. കാരണം എനിക്കറിയണം. അപ്പോൾ കാരണങ്ങൾ അവനോട് തന്നെ ചോദിച്ചാൽ, ആ പ്രദേശത്ത് യൂറോപ്യൻ രാജ്യത്തൊരു സ്ഥലത്താണ്, ഒരു 25 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജമാഅത്തായി നിസ്കരിക്കാനുള്ള പള്ളികളില്ലാന്ന് അയാളെ ലൊക്കേറ്റ് ചെയ്തപ്പോഴാണ് വിട്ടത്. അയാൾ കമ്പനി റിജക്ഷൻ ലെറ്ററിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ ഈ കാരണം കൂടി പറഞ്ഞിട്ട് ലെറ്റർ അയക്കാൻ അയാളോട് പറഞ്ഞു. റിജക്റ്റ് ചെയ്തതിൻ്റെ കാരണം അതാണ്. കമ്പനി അയാൾക്ക് ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷനിൽ ഇഷ്ടമുള്ള സ്ഥലത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞു. കൊടുത്തു, അതേ സാലറിയിൽ കൊടുത്തു. നമുക്കുള്ളിൽ വിശ്വാസം വേണം, എനിക്കതൊക്കെ സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. നടക്കണ്ടാവും, കിട്ടിയാലായി, കിട്ടൂല. പടച്ചോൻ പറഞ്ഞുണ്ടല്ലോ, പടച്ചോൻ്റെ നമ്മൾ വിളിക്കണ വിളിക്ക് പൂജ്യ ഉത്തരം തരാൻ ഒരു മനസ്സില്ലാത്ത ആളാ പഠിച്ചോൻ. ഉത്തരം തരണതാണ് പഠിച്ചോൻ്റെ മനസ്സ്. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. നോക്കൂ, നിങ്ങൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വലിയൊരു തോട്ടം സാധുക്ക് കോഹരി വെച്ച് കൊടുത്തത് ഒരു അസറുസല പോയത്. അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരം അത്രയും പ്രധാനമാണ്. നമ്മൾ ജമാഅത്ത് നിസ്കാരം എടുത്തു. പിന്നെ മാത്രമല്ല, എൻ്റെ അടിമ എന്നിലേക്ക് സുന്നത്തുകൊണ്ട് അടുക്കുന്നതാണ്. അതിൻ്റെ മുമ്പുള്ള സുന്നത്തുകളൊക്കെ സൂക്ഷിച്ചു തുടങ്ങിയാൽ ജീവിതത്തിന് പുതിയൊരു ക്രമം വരും, ജീവിതത്തിന് പുതിയൊരു അച്ചടക്കം വരും, പുതിയൊരു രീതി വരും. മാത്രമല്ല, നാവിൻ്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം. നോക്കൂ, നിങ്ങൾ പലപ്പോഴും ഒറ്റ ഹദീസ് വായിച്ചാൽ വിഷയം വളരെ ക്ലിയറാണ്. ഒരു സ്ത്രീനെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. എന്താ ആ സ്ത്രീനെ കുറിച്ച് ചോദിച്ചത്? നബിയെ, ആ സ്ത്രീ എല്ലാ ഇബാദത്തുകളും ശരിക്ക് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ അവർ മറ്റുള്ള പറ്റി ഭയങ്കര കുറ്റം പറയും. അയലോകത്തെ സ്ത്രീനെ കുറിച്ച് പറയും, ഇളയച്ചനെ കുറിച്ച് പറയും, മൂത്തച്ഛനെ കുറിച്ച് പറയും, അമ്മായിമാനെ കുറിച്ച് പറയും, മരുമക്കളെ കുറിച്ച് പറയും. അപ്പോൾ നബി പറഞ്ഞു, അവരുടെ കാര്യത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട, അവർ നരകത്തിലാണെന്ന്. എല്ലാ നോമ്പും സദഖയും സുന്നത്തും നോമ്പൊക്കെ ഉള്ളത്. നോക്കൂ, നിങ്ങൾ മഹാനായ സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ നാവിൻ്റെ കാര്യത്തിൽ ഞാൻ പരിശീലനം എടുത്തതുപോലെ ഞാൻ മറ്റൊന്നിലും എടുത്തിട്ടില്ല എന്നാണ്. ഇന്ന ഫുലാന തഖൂമുൽ ലൈല വതസുമുൻ നഹർ, രാത്രി അടക്കം നിസ്കരിക്കണേ, പകലിൽ നോമ്പ് നോൽക്കുന്ന സ്ത്രീ ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ ഒരു ഗുണവുമില്ല, അവൾ നരകത്തിലാണെന്ന്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വചനം നമ്മൾ ഓർക്കണം. മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി, വൃത്തികെട്ട വാക്കുകൾ ഒഴിവാക്കാത്ത ഒരാൾ, അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ഒഴിവാക്കാത്ത ഒരാൾ. വെറുതെ ഇങ്ങനെ ഷോർട്സ് നീക്കിയാൽ മതി, ഈ പറഞ്ഞതായി. വേണ്ടാത്ത വൃത്തികേടുകളും അനാവശ്യങ്ങളും രണ്ട് ലോകത്ത് ഉപകാരമില്ലാത്തത് കാണുന്നത് മുഴുവൻ. അങ്ങനെ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ, അള്ളാഹുവിന് ആവശ്യമില്ല ഫീ അൻ യദഅ തഅമഹു വശറാബഹു, അവൻ്റെ ഭക്ഷണവും അവൻ്റെ വെള്ളവും ഒഴിവാക്കി പട്ടിണി കിടക്കേണ്ടതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ്. അവൻ വെറുതെ പട്ടിണി കിടക്കണ്ട, അവൻ ഭക്ഷണം കഴിച്ച് ജീവിച്ചോട്ടെ എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കണേ. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, നിങ്ങൾ ഹുമസത്തിനെയും ലുമസത്തിനെയും സൂക്ഷിക്കണം. പരിഹാസാണ് രണ്ടും. ഒന്ന് ഹുമസത്ത് പറഞ്ഞ ബിൽ യദിവലൈനി, കണ്ണോണ്ടും കണ്ണോണ്ടും മുഖം കൊണ്ടും ചിരി കൊണ്ടൊക്കെ കാണിക്കണ ആംഗ്യങ്ങളില്ലേ, ഓരോരുത്തരെ പരിഹസിക്കാൻ വേണ്ടി കാണിക്കണേ ആംഗ്യങ്ങൾ, അതാണ് എന്ത് ഹുമസത്ത് എന്ന് പറയുന്നത്. ലുമസത്ത് പറഞ്ഞ പോലെ നാവ് കൊണ്ടുള്ളതാണ്. ഓഫീസിൽ ഇങ്ങനെ പറയാ, വേറെ പോലെ ഇങ്ങനെ ട്രോളുക, കളിയാക്കുക, ഓൻ്റെ അടുത്ത് പറ്റിയ ചില സാധുക്കളുണ്ടാവും, അധികം സംസാര വൈഭവം ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടാവും, അത് പറഞ്ഞിട്ട് ഇങ്ങനെ കൊല്ലും. എന്താ സംഭവം എന്നറിയോ? കൃത്യമായി പറയാ, മനുഷ്യന്റെ പച്ചിറച്ചി തിന്നാണ്, ഇരട്ടപ്പേര് വിളിക്കുക അല്ലേ. അവൻ വിചാരിക്കുന്നുണ്ടോ അവന്റെ സുഹൃത്തിന്റെ പച്ചമാംസം കൊത്തിമുറിച്ചിട്ട് പച്ചക്ക് തിന്നുന്നവനെ പോലെയാണ് അവൻ എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാ ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് നാവൊക്കെ ഒടുക്കി വെച്ച് രാത്രി നിസ്കാരത്തൊക്കെ സമ്പന്നമാക്കി മുന്നോട്ട് പോകാൻ പറ്റണം. വിചാരിച്ച് നമുക്ക് രാത്രി നിസ്കാരത്തിനൊക്കെ എത്താൻ പറ്റും. ഇപ്പം നല്ലോണം 3 സ്വഫിലധികം ആളുകൾ ഉണ്ടായിരുന്നു.
നമുക്കൊക്കെ അത്തരം ശ്രമങ്ങളിൽ പങ്കാളികളാക്കാൻ പറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവണേ എന്ന് ഉണർത്തുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്. നമ്മൾ റമദാൻ ആയതുകൊണ്ട് 2-3 മിനിറ്റ് അടുത്തിരിക്കുകയാണ്. നമുക്കൊക്കെ അറിയണത് പോലെ ഈ ഒരു മാസം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഉറക്കം മുതൽ പ്ലാൻ ചെയ്യണം. പരമാവധി നേരത്തെ ഉറങ്ങി അദ്കാറുകളൊക്കെ ചൊല്ലി മക്കളെ കൊണ്ടൊക്കെ ചൊല്ലിപ്പിച്ച് അങ്ങനെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ മദ്രസ എന്ന് പറഞ്ഞ സംരംഭത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ആ പ്ലാനിങ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. ഉപ്പാകുമ്മാക്കും ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വിരിപ്പൊക്കെ കുടഞ്ഞ് പോയി കിടക്കണം എന്നാണ്. രാവിലെ അലാം വെച്ച് എണീക്കുമ്പോൾ മുതൽ പിന്നെയും നമ്മുടെ കാര്യങ്ങൾ തുടങ്ങണം. നിയ്യത്തിനാണ് ഏറ്റവും വലിയ കൂലി. കുല്യം ഈ മാനവാന്ന ഓരോ മനുഷ്യനും അവന് ഉദ്ദേശിച്ചതുണ്ട് എന്നാ, ഓരോ മനുഷ്യനും അവന് പ്രവർത്തിച്ചതുണ്ട് എന്നല്ല അവിടുത്തെ പ്രയോഗം. ഇൻ വിൽ ഖൈറ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, നീ നന്മ വിചാരിക്കുമോനെ, നീ നന്മ വിചാരിക്കുമ്പോഴൊക്കെ, നന്മ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ നീ നന്മയിലാണ്, എൻ്റെ കൂലി നിനക്ക് കിട്ടുകയാണെന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ മാത്രമല്ല അത്താഴമൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. കാരണം അതിൽ ബർക്കത്ത് ഉണ്ട് എന്നാണ്. നമ്മൾ നോമ്പല്ലാത്ത കാലത്ത് പോരുന്ന വഴിക്ക് വണ്ടി സൈഡാക്കിയിട്ട് ഒരു ചായ അടിച്ചു. ആ ചായ അല്ല, അത്താഴത്തിൻ്റെ അതിൽ ബർക്കത്ത് ഉണ്ടെന്നാണ്. അത് നമ്മൾ ആരോഗ്യത്തിന്, ശരീരത്തിന്, മനസ്സിന് ഒക്കെ ഗുണം തരുന്ന, ചിലപ്പോൾ മഹാരോഗങ്ങളെ അടക്കം ഇല്ലാതാക്കുന്ന ഒരു സംഭവമായിരിക്കും. അങ്ങനത്തെ നീയത്ത് മനസ്സിൽ വേണം. എന്തെങ്കിലും പള്ള നിറയെ തിന്നണം എന്നുള്ളത് മാത്രമല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞു നമ്മൾ പിന്നെ അവിടെ കിടക്കരുത്. ചില ആളുകൾക്ക് അബദ്ധം പറ്റുന്നത് അവിടെ ഉറങ്ങരുത്. അവിടെ നമ്മൾ നേരെ ഒന്ന് ഉറക്കം വലിയ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊന്നും കുളിച്ചാൽ മതി. ആ കുളിക്കുണ്ട് അല്ലേ, വലിയ പുണ്യം. എന്നിട്ട് നേരെ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്ന് നമ്മൾ പള്ളിയിൽ എത്തി നിസ്കരിച്ച് തഹിയ്യത്ത് നിസ്കരിച്ച് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച്, അല്ല വീട്ടിൽ നിന്നാണ് നിസ്കരിക്കണമെങ്കിൽ പിന്നെ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച് നമ്മളിങ്ങനെ ദിക്ർ ചൊല്ലിയിരുന്നു. അപ്പോഴൊക്കെ നിസ്കാരത്തിലാണ്, നിസ്കാരത്തെ പ്രതീക്ഷിക്കുമ്പോഴൊക്കെ നിസ്കാരത്തിലാണ്. അതും കഴിഞ്ഞ് സുബഹി സ്വല കഴിഞ്ഞു. സുബഹി സ്വല കഴിഞ്ഞതിൻ്റെ ശേഷം 6:44 ഷുറൂഖ്, ഉദയം വരെ. ഉദയവും കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒരാൾ ഇരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ, അദ്കാറുകൾ ചൊല്ലിയാൽ ആ വ്യക്തിക്ക് ഉംറയുടെ കൂലി ഉണ്ട് എന്നാണ്. എത്രയും ലക്ഷമൊക്കെ മുടക്കി പോകണം, ഉംറൻ്റെ കൂലി കിട്ടുമെന്ന് നമ്മൾ സംശയിക്കുന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, താമത്തൻ ഫുൾ കൂലി ഉണ്ട് എന്നാണ്. എല്ലാ കാലത്തും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, ഉറക്കവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാകും. പക്ഷേ റമദാനിലെങ്കിലും അതൊക്കെ ഒന്ന് ശീലമാകാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് പോന്നാൽ പിന്നെ നമുക്ക് ഖുർആൻ പാരായണം. ഓരോ നിസ്കാരത്തിന് മുമ്പ് 2 പേജ് അഥവാ 4 പുറം ഓതിയാൽ ഒരു ജുസ് കഴിഞ്ഞു. 4 പുറം ഓതാൻ 1.5 മിനിറ്റ് വീതം വേണ്ട. ഖുർആൻ തീർക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളതല്ല. ഇന്ന് വിചാരിച്ചാൽ തീരും. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ആ പ്ലാനിൽ തീരൂല. മനസ്സിലായില്ലേ? സുബൈൻ്റെ മുമ്പ് കുറച്ച് തോന ഓതുക, ളുഹുർക്കിരുന്ന് കുറച്ച് ഓതുക, അസർ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. പണ്ടാണ് ഈ ഖുർആൻ ഏറ്റിപ്പോണ്ടിരുന്നത്. എന്തൊക്കെ ആപ്പുകളുണ്ട്, ബുക്ക് മാർക്ക് വെക്കാനും നോക്കാനും എടുക്കാനും യോധന നേരത്തെ അർത്ഥം നോക്കാനും ഒക്കെ സംവിധാനമുണ്ട്. ജമീൽ എന്ന് പറയുന്ന ഓൺലൈൻ സംവിധാനത്തിൽ ഇതൊക്കെ ഉണ്ട്. ജമീലിൽ ഖുർആൻ്റെ മനോഹരമായ വ്യത്യസ്ത ഓപ്ഷനുകൾ ജമീലിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ഒരു പ്ലാനിലേക്കൊക്കെ വന്ന് നമ്മളെ കാര്യങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ കിഡ്നി രോഗിയായ നമ്മുടെ ഒരു സഹോദരൻ്റെതാണ്. 40-42 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ ഡയാലിസിസ് മെഷീൻ്റെ അരികിൽ കിടക്കുകയാണ്. പക്ഷേ എനിക്കിത് വരരുതെന്ന് നിയത്താക്കിയിട്ട് ഒരു സംഖ്യ എടുത്തിട്ട് പറിച്ചെടുത്തിട്ടാണ് കൊടുക്കുക. നോമ്പിൻ്റെ പുണ്യം, ഒരാളെ സഹായിക്കണതിൻ്റെ പുണ്യം. ഒരാൾ നമ്മളെ സഹായിക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മളെ സഹായിക്കുന്നതാണ്. ഈ നിയത്താക്കിയിട്ട് കൊടുത്താൽ 50 ലക്ഷം ഉണ്ടാക്കേണ്ടടുത്ത് ഒരു പൈസ നമ്മൾ കൊടുക്കണേ. ഈ സ്വതക്ക എന്ന് പറയുന്നത് ബലായിനെ തടയുന്ന, ദുരന്തങ്ങളെ തടയുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അതിൽ ആത്മാർത്ഥമായ ആ സംവിധാനത്തോട് സഹകരിക്കണം. എല്ലാ വെള്ളിയാഴ്ചത്തേക്കും ഇങ്ങനത്തെ ജാരിയായ കൂലി കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ സെറ്റാക്കി വെച്ച്, അതുകൊണ്ട് നല്ലൊരു തുക മനസ്സിൽ വിചാരിച്ച് വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായും മോചിപ്പിച്ച് കിട്ടുന്ന ദിനങ്ങളാക്കി ഈ പരിശുദ്ധ റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് വ്യത്യസ്തങ്ങളായ രോഗങ്ങളും മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവർക്ക് എല്ലാം അല്ലാഹു റമദാനിലെ ഈ നല്ല ദിനങ്ങളുടെ പുണ്യം കൊണ്ട് അതിൽ നിന്ന് പൂർണ്ണമായ മോചനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊണ്ട് നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. സമ്പാദ്യം കൊണ്ട് നമ്മെ പരീക്ഷിക്കാതിരിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മക്കൾക്കുമൊക്കെ നാളെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്ന് പറയുമ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ ഒഴുകി സ്വർഗത്തിലെത്താനും അമ്പിയാക്കൾക്കും സ്വാലിഹ്യങ്ങൾക്കും ഒപ്പം ഇരിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ മനുഷ്യ സൗഹാർദ്ദം അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ അള്ളാഹു തകർക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു വിവേകത്തെ കൊടുക്കുമാറാകട്ടെ. ഗസയിലെ ലോകത്തെ വിവിധ ദിക്കുകളിലെ ദുഃഖമനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നുള്ള മോചനത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ സ്വഫുകളിൽ തന്നെ വന്നിരിക്കേണ്ട ചില കാരണവന്മാരൊക്കെ രോഗശയ്യയിലാണ്,
മാരകമായ രോഗത്തെ അഭിമുഖീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സുബർണ കൊടുക്കുകയും രോഗശമനത്തെ പ്രദാനം ചെയ്ത് നമ്മിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. മനോദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കതിൽ നിന്ന് പൂർണ്ണമായ മോചനത്തെ കൊടുക്കുമാറാകട്ടെ. ഖബറിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക്, സുഹൃത്തുക്കൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിൻ്റെ അവർ ചെയ്ത അമൽ സ്വീകരിച്ച് ഖബറിൻ്റെ സൗകര്യത്തെ കൊടുക്കുമാറാകട്ടെ. പഠിക്കാൻ കഴിയാത്ത കാലത്ത് മരിച്ചുപോയി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ കൊടുക്കുമാറാകട്ടെ. നമ്മളറിഞ്ഞ പലതും അവരറിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തിനെ കൊടുക്കുമാറാകട്ടെ.